1995 ഭൂട്ടാനിലെ യൂര വാലിയിലെ മഞ്ഞ് മൂടിയ മലനിരകളിലൂടെ ഹൈക്കിംഗ് നടത്തുന്ന രണ്ട് കപ്പിൾസ്, പോളും റൂത്തിയും, പിന്നെ ഗ്രെഗും ഫിയോണയും. അവരിപ്പോൾ നിൽക്കുന്നതിന്റെ 5 മൈൽ ചുറ്റളവിൽ ഒരു മനുഷ്യകുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടന്ന് അവർ പഴയൊരു തൂക്കുപാലത്തിന് മുന്നിലെത്തുന്നു. താഴെ വലിയൊരു കൊക്കയായതുകൊണ്ട് അത് കടക്കാൻ എല്ലാവർക്കും ഭയമായിരുന്നു. ഒടുവിൽ ഗ്രെഗിന്റെ ധൈര്യത്തിൽ അവരെല്ലാവരും ആ പാലം കടക്കുന്നു. പക്ഷേ ആ പാലം കടന്നതോടെ അവരുടെ എല്ലാവരുടെയും ജീവിതം എന്നേക്കുമായി മാറി മറിയുകയായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും പെട്ടെന്ന് അവിടെ വലിയൊരു സ്റ്റോം വരാൻ തുടങ്ങി. ഈ സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് ഗ്രെഗും ഫിയോണയും പറയും. അവരത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കും. ആ കൂട്ടത്തിൽ അവന് മാത്രമേ അത് കേൾക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അവൻ ബാക്കിയുള്ളവരെ നോക്കാതെ ആ സൗണ്ട് വരുന്ന സൈഡിലേക്ക് നടക്കാൻ തുടങ്ങും. അങ്ങനെ നടന്ന് പോയ അവൻ നേരെ ചെന്ന് ഒരു കുഴിയിലേക്ക് വീഴും. എല്ലാവരും ഭയന്നെങ്കിലും ഗ്രെഗ് ഉടനെ തന്നെ പോളിനെ രക്ഷിക്കാൻ ആ കുഴിയിലേക്ക് ഇറങ്ങും. മുഴുവൻ പ്രാണികളെ കൊണ്ട് നിറഞ്ഞ, എപ്പോഴും വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന ഒരു ഗുഹയായിരുന്നു അത്. ഗ്രെഗ് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ യാതൊരു അനക്കവുമില്ലാതെ ഇരിക്കുന്ന പോളിനെ കാണും. ഗ്രെഗ് ഉടനെ തന്നെ അവന്റെ അടുത്തേക്ക് ചെല്ലും. പക്ഷെ അവന്റെ ചോദ്യങ്ങൾക്കോ സംസാരത്തിനോ ഒരു മറുപടി പോലും കൊടുക്കാതെ എന്തിലോ നോക്കിയിരിക്കുവാണ് പോള്. അവൻ എന്തിനാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്നറിയാൻ ആ ഭാഗത്തേക്ക് ടോർച്ചടിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. കാണാൻ മനുഷ്യന്റേതുപോലെ, എന്നാൽ ചിലന്തികളെ പോലെ പല കൈകളുള്ള വലിയൊരു അസ്ഥികൂടം. അതിനു ചുറ്റും ഒരുപാട് മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥികളും കിടപ്പുണ്ടായിരുന്നു. മുകളിൽ നിന്നും വെള്ളം അതിലേക്ക് ഇറ്റു വീഴുകയും പ്രാണികൾ ഇഴയുന്നുണ്ടായിരുന്നു. ഇതെന്ത് ജീവിയായിരിക്കും? അസ്ഥികൂടം പോലെ ഇരുന്നിട്ടും അതിന്റെ ശക്തി എങ്ങനെയോ പോളിനെ പിടികൂടിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഭയന്ന ഗ്രെഗ് പോളിനെ തൊടാൻ ശ്രമിക്കുമ്പോൾ അവൻ ഗ്രെഗിനോട് പറയും, എന്നെ തൊട്ടാൽ നീ മരിക്കും. ഇവൻ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ എന്നോർത്ത് ഗ്രെഗ് ചുറ്റുമൊന്ന് നോക്കി ഉറപ്പുവരുത്തി എങ്ങനെയെങ്കിലും പോളിനെ അവിടെ നിന്നും പുറത്തെത്തിക്കും. അവിടെ നിന്ന് അവർ പോളിനെയും എടുത്ത് തിരികെ പോകാൻ നോക്കുമെങ്കിലും അവനെയും തോളിലിട്ട് ഒരുപാട് നേരം ആ ടെറൈനിൽ കൂടി മുന്നോട്ട് പോകാൻ ഗ്രെഗിന് കഴിഞ്ഞില്ല. റെസ്റ്റ് എടുക്കുന്നതിനിടെ റൂത്തി അവിടെ അടുത്ത് ഒരു വീട് കാണും. അവിടേക്ക് ചെന്നപ്പോഴോ ആരുമില്ലാത്ത ഒരു ഒഴിഞ്ഞ വീടായിരുന്നു അത്. അങ്ങനെ സ്റ്റോം മാറുന്നത് വരെ അവിടെ തങ്ങാം എന്നെല്ലാവരും കൂടി തീരുമാനിക്കുന്നു. ഫിയോണ എല്ലാവർക്കും കുടിക്കാൻ വെള്ളമെടുക്കാൻ പോകുന്ന സമയം കൊണ്ട് ഗ്രെഗും റൂത്തിയും ചേർന്ന് പോളിന്റെ ദേഹത്ത് വീണതിന്റെ എന്തെങ്കിലും മുറിവോ ഇടിച്ച പാടോ എന്തെങ്കിലും ജീവികൾ കടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. പക്ഷെ പോളിന്റെ ശരീരത്തിൽ യാതൊരു മുറിവുകളും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൻ കംപ്ലീറ്റ് ആയും ഒരു കോമയിലായ പോലെയായിരുന്നു. ആരുടെയും വിളികൾക്കും കരച്ചിലിനും ഒന്നിനും ഒരു റെസ്പോൺസും ഇല്ല. അവന്റെ കയ്യിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വിസിൽ റൂത്തി കാണും. പക്ഷെ അപ്പോഴത്തെ ടെൻഷനിൽ അവൾ അതത്ര മൈൻഡ് ആക്കില്ല. ശരീരം പരിശോധിക്കുമ്പോൾ പോളിന്റെ കയ്യിലെ മുറിപ്പാട് നോക്കി അവൻ ഇപ്പോ ഓക്കെ അല്ലായിരുന്നു എന്ന് ഗ്രെഗ് റൂത്തിയോട് ചോദിക്കും. അതായത് പോൾ ഒരുപാട് വട്ടം സൂയിസൈഡിന് ശ്രമിച്ചിട്ടുള്ള ഒരാളായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ ഡോക്ടറായിരുന്ന ഗ്രെഗിന് ഒരു കാര്യം ഏകദേശം ഉറപ്പാകും. പോളിന്റെ പ്രശ്നം ശാരീരികമല്ല, മറിച്ച് മാനസികമാണ്. അന്ന് രാത്രി ഉറക്കം വരാതിരുന്ന റൂത്തി ആ വിസിലിൽ ഒന്ന് ഊതുന്നു. പെട്ടെന്ന് റൂമിന് പുറത്ത് ആരോ നടക്കുന്ന ശബ്ദം കേൾക്കും. ആരാ എന്നറിയാൻ അവൾ പുറത്തിറങ്ങി നോക്കുന്നുണ്ടെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഗ്രെഗും ഫിയോണയും ഒക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. അടുത്ത ദിവസം എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കാൻ ഗ്രെഗും ഫിയോണയും പുറത്തേക്ക് പോകുന്നു. സ്റ്റോമിന്റെ കാര്യം പറയണ്ടല്ലോ, തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആളിനെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അവർ രണ്ടുപേരും പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് ആരോ നിൽക്കുന്നത് പോലെ റൂത്തി കാണും. എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാൻ അവൾ പുറത്തിറങ്ങി ആ ആളിനടുത്തേക്ക് നടക്കും. പക്ഷെ അടുത്തെത്താറാവുമ്പോഴേക്കും റൂത്തിക്ക് മനസ്സിലാകും അതൊരു മനുഷ്യനല്ല എന്ന്. അവൾ തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടും. എങ്ങനെയൊക്കെയോ അവൾ വീടിനകത്ത് കയറി വാതിലടയ്ക്കും. പുറകെ വന്ന ജീവി ആ വാതിലിടിക്കുന്ന സൗണ്ട് കേട്ട് റൂത്തി ഒരു കത്തിയും എടുത്ത് പേടിച്ച് വിറച്ചു നിൽക്കും. പെട്ടെന്ന് വാതിലിന് പുറത്തു നിന്നും ഗ്രെഗിന്റെ ശബ്ദം കേൾക്കും. വാതിൽ തുറക്ക് റൂത്തി. റൂത്തി സംശയിച്ച് പോയി വാതിൽ തുറക്കുമ്പോൾ അവിടെ ഗ്രെഗും ഫിയോണയും നിൽപ്പുണ്ടായിരുന്നു. പുറത്തെ കാലാവസ്ഥ മോശമായതുകൊണ്ട് അവർ തിരികെ വന്നതാണ്. നടന്നതൊക്കെ ഒരു തോന്നലാവാമെന്ന് റൂത്തി വിചാരിച്ചെങ്കിലും അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതിയെന്നായിരുന്നു. അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുന്ന റൂത്തിയുടെ ചെവിയിൽ പോൾ എന്തോ പറയുന്നത് കാണാം, മന്ത്രം പോലെ എന്തോ. പിറ്റേ ദിവസം രാവിലെ റൂത്തി നോക്കുമ്പോൾ പോളിനെ കാണാനില്ല. എല്ലാ സ്ഥലവും നോക്കിയപ്പോൾ പോൾ അവന്റെ കോട്ടും എടുത്താണ് പോയതെന്ന് റൂത്തിക്കും ഗ്രെഗിനും ഫിയോണയ്ക്കും മനസ്സിലാകും. അവന്റെ കാൽപ്പാടുകൾ പുറത്തു കണ്ട് അത് പിന്തുടർന്ന് അവർ ആ തൂക്കുപാലത്തിനടുത്തേക്ക് വരും. അപ്പോൾ അവിടെ ആ ബ്രിഡ്ജിന് മുന്നിൽ പോൾ ഇരിപ്പുണ്ടായിരുന്നു. അവൻ അവിടെ ഇരുന്ന് ആ വിസിലിൽ ഊതുകയാണ്. ഇത് കണ്ട് ഗ്രെഗിന് ദേഷ്യം വരും. അവൻ പോളിനോട് തട്ടിക്കയറും. കഴിഞ്ഞ 20
വർഷമായി നിന്റെ ഇതുപോലുള്ള ഭ്രാന്തുകൾ കണ്ട് ഞാൻ മടുത്തു എന്നവൻ പറയും. ഇതേ സമയം ഫിയോണ ഗ്രെഗിനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന റൂത്തിയുടെ സമനില പെട്ടെന്ന് തെറ്റുന്നു. എന്തോ ബാധ കയറിയതുപോലെ അവൾ അവളുടെ കോട്ടിലിരുന്ന ഒരു കത്തിയെടുത്ത് ഗ്രെഗിനെ കുത്തി ആ ക്ലിഫിന്റെ താഴേക്ക് തള്ളിയിടും. ഇത് കണ്ടുവന്ന ഫിയോണയുടെ കഴുത്തറുത്ത് അവളെയും താഴേക്കിടും. ശേഷം പോളിന്റെ കണ്ണുകളിലേക്ക് അവസാനമായി ഒന്ന് നോക്കി റൂത്തിയും ആ കൊക്കയിലേക്ക് ചാടി മരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പോൾ ആ വിസിലിൽ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി അവൻ റൂത്തിയുടെ ചെവിയിൽ പറഞ്ഞ ആ മന്ത്രം, അത് കാരണമാണ് അവൾ ഇതൊക്കെ ചെയ്തത്. ആ ഗുഹയിൽ നിന്ന് എന്താണോ അവന്റെ ദേഹത്തേക്ക് കയറിയത് അതിന്റെ കംപ്ലീറ്റ് അടിമയായിരിക്കുകയാണ് പോൾ. ഇനി ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് കാണാം. അവിടുന്ന് മൂവിയുടെ ടൈറ്റിൽ സ്ക്രീനിൽ തെളിയുന്നു, ദി എംപ്റ്റി മാൻ. ഇത്രയും കണ്ടതിൽ നിന്നും ഇത് വെറും ഒരു ഹൊറർ മൂവി മാത്രമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഹൊറർ എന്ന ജോണറിന് പുറമെ കുറച്ച് ഫിലോസഫിയും കൾട്ടിനെ പറ്റിയുമൊക്കെ ഈ മൂവിയിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് 23 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. 2018 വെബ്സ്റ്റർ മിൽസ് എന്ന സ്ഥലത്താണ് ഇനി കഥ നടക്കുന്നത്. ജെയിംസ് ലെസോംബ്ര പുള്ളിയാണ് ഇനി ഈ കഥയുടെ മെയിൻ കഥാപാത്രം. പുള്ളി ഒരു മുൻ പോലീസ് ഓഫീസറാണ്. ഇപ്പോൾ സെക്യൂരിറ്റി ക്യാമറകളും പെപ്പർ സ്പ്രേയും ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് നടത്തുകയാണ്. അന്ന് പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ജെയിംസിന്റെ ഭാര്യ ആലിസണും മകൻ ഹെൻറിയും ഒരു കാർ അപകടത്തിൽ മരിച്ചതിന് ശേഷമുണ്ടായ ഡിപ്രഷനിലാണ് പുള്ളി ജീവിക്കുന്നത്. ഉറങ്ങാൻ പോലും പിൽസ് വേണം. ഒരു മെക്സിക്കൻ റെസ്റ്റോറന്റിൽ പോയി കയ്യിലുണ്ടായിരുന്ന ഫ്രീ ബർത്ത്ഡേ കൂപ്പൺ കൊടുത്ത് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ജെയിംസിനെ നമ്മൾ കാണുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വെയിറ്റേഴ്സ് എല്ലാവരും കൂടി ജെയിംസിനെ വിഷൊക്കെ ചെയ്യുന്നുണ്ട്. ജെയിംസ് ആണെങ്കിൽ കൂപ്പണൊന്നും കൊടുക്കണ്ടായിരുന്നു എന്ന ഭാവത്തിലിരിപ്പുണ്ട്. പാവം. പുള്ളി ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവന്റെ സുഹൃത്തായ നോറയുടെ മകൾ അമാൻഡ അവിടെ ബാക്ക് യാർഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ അമാൻഡയുടെ അച്ഛൻ മരിച്ചതിനെ കുറിച്ചും ജെയിംസിന്റെ ഭാര്യയും മകനും മരിച്ചതിനെ കുറിച്ചും പറയും. അമാൻഡയും അച്ഛൻ മരിച്ചതിൽ പിന്നെ ജെയിംസിനെ പോലെ തന്നെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവളിപ്പോ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് ജെയിംസിനോട് പറയാനാണ് അമാൻഡ ഇപ്പോൾ വന്നത്. ഞാനൊരു പുതിയ വഴി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ചിന്തകൾ വെച്ച് നമുക്ക് എന്ത് കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് നമ്മളീ കാണുന്ന ലോകം സത്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വേദനിപ്പിക്കാൻ ഒന്നിനും കഴിയില്ല. കാരണം ഇവിടെ ഒന്നും യാഥാർത്ഥ്യമല്ല. നമ്മുടെ ചിന്തകൾ വെച്ച് നമുക്ക് വേണ്ടത് ചെയ്തെടുക്കാം. ഒരു കാര്യം തന്നെ നമ്മൾ പൂർണ്ണ ശ്രദ്ധയോടെ ആവർത്തിച്ച് ചിന്തിച്ചാൽ അത് യാഥാർത്ഥ്യമാകും. എന്നാൽ നമ്മുടെ ചിന്തകൾ അത് നമ്മളിൽ നിന്നുമല്ല ഉണ്ടാകുന്നതെങ്കിലോ, നമുക്ക് കാണാനോ തൊടാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിയാത്ത മറ്റൊരു സ്ഥലത്ത് നിന്നും ഉണ്ടായി ഒരു വയറിലൂടെ സിഗ്നൽ കടന്നു പോകുന്നത് പോലെ നമ്മളിലൂടെ കടന്നു പോവുകയാണെങ്കിലോ? പേടിക്കണ്ട, ഒന്നും മനസ്സിലായില്ലെന്നും എനിക്കറിയാം. ഇത് കേട്ടപ്പോൾ ആദ്യം എനിക്കും ഒന്നും മനസ്സിലായില്ല. നമ്മളെപ്പോലെ തന്നെയാണ് ജെയിംസിനും. പുള്ളിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മളത് മുഖത്ത് കാണിക്കരുത്. അമാൻഡ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കോൾ വന്ന് അവിടെ നിന്നും പോകും. അന്ന് രാത്രി ജെയിംസ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. മരിച്ച ഭാര്യയുടെയും മകന്റെയും ശബ്ദം. അവർ ജെയിംസിനോട് ചോദിക്കും, വേർ വേർ യു, എവിടെ ആയിരുന്നു നീ? പിന്നെ ഒരു പോലീസ് കാറിന്റെ ലൈറ്റും സൈറനും കേട്ട് ജെയിംസ് ഞെട്ടി ഉണരും. അടുത്ത ദിവസം അമാൻഡയെ കാണാനില്ല എന്ന് പറഞ്ഞ് നോറ ജെയിംസിനെ വിളിക്കുന്നു, കൂടെ പോലീസിനെയും. പക്ഷെ പോലീസ് എത്തുന്നതിന് മുന്നേ തന്നെ ജെയിംസ് അവിടെ എത്തി. നോറ ജെയിംസിനെ കൂട്ടിക്കൊണ്ടുപോയി അമാൻഡയുടെ ബാത്റൂമിലെ കണ്ണാടിയിൽ രക്തം കൊണ്ട് ദി എംപ്റ്റി മാൻ മെയ്ഡ് മീ ഡു ഇറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കും. അപ്പോഴേക്കും പോലീസും ഫോറൻസിക്കും അവിടെ എത്തിയിരുന്നു. രക്തം പരിശോധിച്ച പോലീസുകാർ നോറയോട് വീട്ടിൽ വല്ല മൃഗങ്ങളെയും വളർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ആ കണ്ണാടിയിലെ രക്തം മനുഷ്യന്റേതായിരുന്നില്ല. അമാൻഡ ഒരു ടീനേജർ ആയതുകൊണ്ടും അച്ഛൻ മരിച്ചതിന്റെ സ്ട്രെസ് ഒക്കെ ഉള്ളതുകൊണ്ടും അവളുടെ സ്യൂട്ട് കേസ് കാണാത്തത് കൊണ്ടും അവൾ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിയതാകാം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവരത് നോറയോടും ജെയിംസിനോടും പറഞ്ഞ് അവിടെ നിന്നും പോകും. പോലീസിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ജെയിംസ് അമാൻഡയെ കണ്ടെത്താൻ വേണ്ടി അവളുടെ സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നു. അതിൽ പോണ്ടിഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ഫ്ലയർ ജെയിംസ് കാണും. അതിന്റെ പുറകിൽ ടുൽപ്പ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ജെയിംസ് നോറയുടെ അടുത്ത് നിന്നും അമാൻഡയുടെ ഫ്രണ്ട്സിന്റെ ഒരു ലിസ്റ്റ് വാങ്ങി അവൾ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് പോകും. സ്കൂളിലെത്തിയ ജെയിംസ് അവിടെ അമാൻഡയുടെ കൂട്ടുകാരിയായ ഡെവാറയെ കാണും. പുള്ളി അവളോട് അമാൻഡയെ കണ്ടോ എന്നും അവൾ എവിടെ പോകാനാണ് ചാൻസ് ഉള്ളതെന്നൊക്കെ ചോദിക്കും. ഡെവാറയും കാണാൻ നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. ജെയിംസ് അവളോട് അമാൻഡ മിററിൽ എഴുതിയിരുന്ന എംപ്റ്റി മാനെ പറ്റി അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ വല്ലാതെ പേടിച്ചിരുന്ന അവൾ ആ സംഭവം പറയും. 2 ദിവസം മുൻപ് ഞങ്ങൾ 7 പേർ ഇവിടെ അടുത്തുള്ള ഒരു പഴയ പാലത്തിൽ പോയിരുന്നു. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാൻ നേരം അവിടെ കിടന്ന് ഒരു ഒഴിഞ്ഞ കുപ്പി കിട്ടി. ആ കുപ്പി കണ്ട് അമാൻഡ നമ്മൾ എല്ലാവരോടുമായി എംപ്റ്റി മാനെ വിളിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് നിർബന്ധിച്ച് ആ കുപ്പിയിൽ ഊതിപ്പിച്ചു. ഇതെല്ലാം വെറും കെട്ടുകഥ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അതേപോലെ കുപ്പിയിൽ ഊതുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എല്ലാവരും പേടിച്ചു. പെട്ടെന്ന് ഇരുട്ടിൽ ആരോ ഞങ്ങളുടെ നേർക്ക് ഓടി വരുന്ന ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അമാൻഡ പറഞ്ഞതനുസരിച്ച്
വിസിൽ ചെയ്ത് ആദ്യത്തെ ദിവസം നമുക്ക് എംപ്റ്റി മാൻ വരുന്ന സൗണ്ട് കേൾക്കാം. രണ്ടാം ദിവസം എംപ്റ്റി മാനെ കാണാം. മൂന്നാം ദിവസം എംപ്റ്റി മാൻ നമുക്ക് വേണ്ടി വരും. ഡെവാരയ്ക്ക് ഇപ്പോൾ എംപ്റ്റി മാനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവളത് ജെയിംസിനോട് പറയില്ല. ഡെവാര പോകുന്നതിന് മുന്നേ ജെയിംസ് അന്ന് പാലത്തിലുണ്ടായിരുന്ന മറ്റു കുട്ടികളുടെ ഡീറ്റെയിൽസ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി അവരുടെ വീടുകളിൽ അന്വേഷിച്ചു പോകും. ബ്രണ്ടൻ എന്ന കുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവനെയും കാണാനില്ല എന്ന് അവന്റെ പാരന്റ്സ് പറയും. ലീസ എന്ന കുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. TV ഓൺ ആയിരുന്നു. അവളുടെ ബെഡ്റൂമിൽ അമാൻഡയുടെ മുറിയിൽ കണ്ടതുപോലെയുള്ള കറുത്ത പോസ്റ്റർ ജെയിംസ് കണ്ടു. പിന്നെ പോണ്ടിഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഫ്ലയറും കാണും. പോരാത്തതിന് വീടിന് പുറകിൽ അവളുടെ പെറ്റ് ഡോഗിന്റെ മരിച്ച ശരീരവും ഉണ്ടായിരുന്നു. പിന്നെ രക്തം നിറച്ച ക്യാനുകളും ജെയിംസ് കാണും. ഈ രക്തം ഉപയോഗിച്ചാണ് അമാൻഡ കണ്ണാടിയിൽ മെസ്സേജ് എഴുതിയത് എന്ന് ജെയിംസിന് മനസ്സിലാകും. ജെയിംസ് അവിടെ നിന്ന് ബാക്കി കുട്ടികളുടെ വീടുകളിൽ പോയി അന്വേഷിച്ചെങ്കിലും അവരാരെയും കാണാൻ കഴിഞ്ഞില്ല. അവസാനം പുള്ളി ഡെവാര പറഞ്ഞ ആ പഴയ പാലത്തിലേക്ക് പോകും. ജെയിംസ് അവിടെ ഡെവാര പറഞ്ഞതുപോലെ ഒരു ഒഴിഞ്ഞ കുപ്പി കാണും. എന്നിട്ട് പുള്ളി അത് എടുത്തൂതും. മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഇത്രയും അറിഞ്ഞിട്ടും ആ കുപ്പി എടുത്തൂതാനുള്ള ആ മനസ്സ്. ഊതിക്കഴിഞ്ഞ് ജെയിംസ് ആ കുപ്പി ദൂരേക്ക് എടുത്തെറിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റും സൈലന്റ് ആകും. ഒരു ചീവീടിന്റെ ശബ്ദം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ജെയിംസ് എന്നിട്ട് മുന്നോട്ട് പോകും. പുള്ളി പാലത്തിനടിയിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ട് ആ പാലത്തിനടിയിലുള്ള ഒരു വലിയ മാൻഹോളിലേക്ക് ഇറങ്ങി നോക്കും. അവിടത്തെ കാഴ്ച കണ്ട് ജെയിംസിന്റെ കിളി പോകും. ആ 5 കുട്ടികളും കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കിടക്കുന്നു. അവിടെയും ചുവരിൽ "ദി എംപ്റ്റി മാൻ മെയ്ഡ് മീ ഡു ഇറ്റ്" എന്ന് എഴുതിയിരുന്നത് ജെയിംസ് കാണും. പുള്ളി ഉടനെ തന്നെ പോലീസിനെ വിളിക്കും. അവർ വന്ന് ആ 5 കുട്ടികളുടെയും ബോഡിയൊക്കെ എടുത്ത് അമാൻഡയുടെ ബോഡി അവിടെ ഉണ്ടോ എന്നൊരു തിരച്ചിലൊക്കെ നടത്തി അവിടെ നിന്ന് പോകും. ഇതേ സമയം ഡെവാര ഇതൊന്നും അറിയാതെ ഒരു സ്പായിൽ റിലാക്സ് ചെയ്യുകയായിരുന്നു. റൂം മുഴുവൻ സ്റ്റീം കൊണ്ട് നിറയും. പെട്ടെന്ന് ഡെവാര സ്റ്റീമിനിടയിലൂടെ അവൾക്ക് മുന്നിൽ എന്തോ ഒരു രൂപം ഇരിക്കുന്നത് കാണും. അതെ, ദി എംപ്റ്റി മാൻ. അത് അവൾക്ക് നേരെ വരും. എന്നിട്ട് ഒരു കത്രിക കൊണ്ട് അവളുടെ മുഖത്ത് കുത്തും. സത്യത്തിൽ അവളെ കുത്തുന്നത് എംപ്റ്റി മാൻ ആയിരുന്നില്ല. അത് അവളെ കൊണ്ട് സ്വയം കുത്തിക്കുകയായിരുന്നു. പോലീസ് നോക്കുമ്പോൾ അതും ഒരു ആത്മഹത്യ. ഡെവാര മരിച്ചതിനെ പറ്റി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അമാൻഡയുടെ കേസ് അന്വേഷിക്കാൻ വന്ന ഡിറ്റക്റ്റീവ് ജെയിംസിനോട് പറയും. അത് മാത്രമല്ല, ഇവിടെ അടുത്ത് മറ്റൊരു സിറ്റിയിൽ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ തെരുവു പട്ടികൾക്ക് എറിഞ്ഞു കൊടുത്ത കാര്യവും ഡിറ്റക്റ്റീവ് ജെയിംസിനോട് പറയും. അവിടെയും "ദി എംപ്റ്റി മാൻ മെയ്ഡ് മീ ഡു ഇറ്റ്" എന്ന സെന്റൻസ് എഴുതിയിരുന്നു. വർഷത്തിലാകെ 2-3 കൊലപാതകങ്ങൾ മാത്രം നടക്കുന്ന ആ നഗരത്തിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറുകയായിരുന്നു. ഒരു വൈറസ് പടരുന്നത് പോലെ ആളുകളുടെ സമനില തെറ്റുന്നു. ജെയിംസ് വീട്ടിലെത്തി പോണ്ടിഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും പോണ്ടിഫെക്സ് സൊസൈറ്റിയെ കുറിച്ചും ടുൽപ്പയെ കുറിച്ചുമൊക്കെ റിസർച്ച് ചെയ്യുന്നു. ഈ സമയം നോറ ജെയിംസിനെ കാണാൻ അവിടേക്ക് വരും. നോറ വന്ന് അമാൻഡയെ കുറിച്ച് ഓർത്ത് കരയാൻ തുടങ്ങും. എന്നിട്ട് ജെയിംസിനോട് അന്ന് രാത്രി അവിടെ നിൽക്കട്ടെ എന്ന് ചോദിക്കും. പക്ഷേ ജെയിംസിന്റെ അടുത്ത് അതിന് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നോറ അവിടെ നിന്ന് പോകും. അന്ന് രാത്രി വീണ്ടും ജെയിംസ് എപ്പോഴും കാണുന്ന ആ സ്വപ്നം കാണും. എപ്പോഴത്തെയും പോലെ ജെയിംസ് വീണ്ടും ഞെട്ടി എഴുന്നേൽക്കും. ഉണർന്നിരിക്കുന്ന ജെയിംസിന് പക്ഷേ വാതിലിന് പുറത്ത് ആരോ ഉള്ളതുപോലെ സൗണ്ട് കേൾക്കും. അങ്ങനെ അവൻ പുറത്തേക്കിറങ്ങി ലൈറ്റ് ഇട്ട് നോക്കും. സ്വന്തം ബെഡിൽ കിടന്ന ഫ്രണ്ട് ഡോർ വരെ കാണാം. ഇങ്ങനെയുള്ളൊരു വീട്ടിൽ ഞാനായിരുന്നേ ഇതുപോലെ ഡോർ തുറന്നിട്ട് കിടക്കില്ലായിരുന്നു. എന്തായാലും ജെയിംസ് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് തനിയെ അണയും. ഓക്കെ, സംഭവം അത്ര വെടിപ്പല്ലാന്ന് തോന്നി ജെയിംസ് ഡോർ അടച്ച് റൂമിൽ കയറി ഒരു ബാറ്റ് എടുത്ത് റെഡിയായി നിൽക്കും. വാടാ വാടാ എന്നും പറഞ്ഞു. പക്ഷെ ആ വന്നത് ആരാണെങ്കിലും ഡോറ് തുറന്ന് അകത്തേക്ക് വരില്ല. പകരം ആ ഡോറിന്റെ മുന്നിൽ വന്ന് നിൽക്കും. എന്നിട്ട് പതുക്കെ തിരിച്ച് നടന്നു പോകും. സൗണ്ട് ഒന്നും കേൾക്കാതായപ്പോൾ ജെയിംസ് ഡോറ് തുറന്ന് റൂമിന് പുറത്തേക്ക് നോക്കും. ദേ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നു. അപ്പോൾ എന്തായാലും ആരോ അവിടെ വന്നു എന്നത് സത്യം തന്നെ ആണോ? ഈ സിനിമ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കിളി പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ പേടിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞു തരാം. അടുത്ത ദിവസം രാവിലെ ഡിപ്രഷനുള്ള പില്ലൊക്കെ കഴിച്ച ശേഷം ജെയിംസ് പോണ്ടിഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും. റിസപ്ഷനിലിരിക്കുന്ന ചേച്ചി പുള്ളിക്കൊരു ഫോം കൊടുക്കും. എന്നാൽ അതിലെ ചോദ്യങ്ങളൊക്കെ വളരെ സ്ട്രേഞ്ച് ആയിരുന്നു. അത് ഫില്ല് ചെയ്ത് നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ജെയിംസ് നേരെ അവിടുത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അവിടെ ആർത്തർ പാഴ്സൺ എന്ന പേരുള്ള ഒരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അയാൾ പറയുന്നത് നമുക്ക് നഷ്ടങ്ങളില്ല, ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല, കാരണം നമ്മളെല്ലാവരും നമ്മളിൽ തന്നെ കംപ്ലീറ്റ് ആണ്. ജീവിതത്തിൽ ശരിയും തെറ്റുമില്ല, അതെല്ലാം മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാം ഒന്നാണ്, നമ്മളെല്ലാവരും വീണ്ടും ഒന്നാകും. ഇതെല്ലാം നമുക്ക് എംപ്റ്റി മാനിൽ നിന്ന് കിട്ടിയ സന്ദേശമാണെന്ന് പറയും. ഇതെല്ലാം കേട്ട് ടെൻഷൻ ആവണ്ട, ലാസ്റ്റ് എല്ലാത്തിനും എക്സ്പ്ലനേഷൻ തന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഓക്കെ, ഇത് പറയുമ്പോൾ അയാൾ ജെയിംസിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പ്രസംഗമൊക്കെ കഴിഞ്ഞ് ജെയിംസ് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താണ് എംപ്റ്റി മാൻ എന്ന് ചോദിക്കും. ഇവിടെ നിന്ന് നമുക്ക് പോണ്ടിഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. മൂവിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു
ഐഡിയയാണിത്. എംപ്റ്റി മാൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആണ്. പല പല ലോകങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഒരു വഴി. നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയും ശ്വസിക്കുന്ന വായുവും എങ്ങനെയാണോ നമ്മളെ നിലനിർത്തുന്നത്, അതുപോലെയാണ് നമ്മുടെ ചിന്തകളും. അതിനെ നിലനിർത്താനും ഒരു ലോകമുണ്ട്. അതിനെ നോസ്ഫിയർ എന്ന് വിളിക്കും. അവിടെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ബോധമനസ്സുകൾ തമ്മിൽ അദൃശ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു വൈറസ് ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പകരുന്നത് പോലെ നോസ്ഫിയറിൽ കൂടി ചില ചിന്തകൾ നമുക്ക് പകർന്നു നൽകാൻ സാധിക്കും. ടെക്നോളജി നമ്മുടെ ഓർമ്മകളെ ഇല്ലാതാക്കുന്നു. ആവർത്തനം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവിനെ ഇല്ലാതാക്കുന്നു. എങ്ങനെയെന്നാൽ നിങ്ങളുടെ പേര് തന്നെ തുടർച്ചയായി പല തവണ ആവർത്തിച്ച് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? കുറച്ചു കഴിയുമ്പോൾ അതൊരു മീനിങ്ങും ഇല്ലാത്ത ശബ്ദമായി മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതേ കാര്യം നമ്മുടെ ചിന്തകളുടെ കാര്യത്തിലും സംഭവിക്കുന്നുണ്ട്. ഫ്രെഡറിക് നീച്ചെ എന്നൊരു ഫിലോസഫറിന്റെ ഒരു ഫേമസ് കോട്ടുണ്ട്. നമ്മളൊരു ഇരുണ്ട ഗർത്തത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ആ ഗർത്തം നമ്മളിലേക്കും തിരികെ നോക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നമുക്കും ആ ഗർത്തത്തിനുമിടയിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു എന്നതാണ്. സിഗ്നൽസ് പോലെ നമ്മളിൽ നിന്നും ആ ഗർത്തത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽസ് പോലെ എന്തോ പോകുന്നുണ്ട്. എന്നിട്ട് പുള്ളി ജെയിംസിനോട് ചോദിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്: ആവർത്തനം കൊണ്ട് നിങ്ങളുടെ പേര് പോലൊരു വലിയ അർത്ഥം ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അവസാനം ഏതാണ് സത്യം? അർത്ഥമുള്ള നിങ്ങളുടെ പേരോ അതോ അർത്ഥമില്ലാത്ത ആ ശബ്ദമോ? അതാണ് എംപ്റ്റി മാൻ. എങ്ങനെയുണ്ട്? ഇതൊക്കെ പുള്ളി ജെയിംസിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പോണ്ടിഫിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐഡിയ അനുസരിച്ച് നമ്മൾ ഫിസിക്കലി ജീവിക്കുന്ന ഈ ലോകം പോലെ തന്നെ നമ്മളുടെ ചിന്തകൾക്കും ജീവിക്കാൻ വേറൊരു ലോകമുണ്ട്. അതിനെ അവർ നോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ലോകത്ത് പലതരം ജീവികൾ ഉള്ളതുപോലെ ഈ നോസ്ഫിയറിലും പലതരം ജീവികളുണ്ട്. ഇവിടെ ഒരു അസുഖം ഒരാളിൽ നിന്ന് പകരുന്നത് പോലെ നോസ്ഫിയറിൽ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകർത്താൻ പറ്റും. അത് നമ്മുടെ ലോകത്തിനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വേൾഡ് ആണെന്നാണ് പോണ്ടിഫിക്സിന്റെ വാദം. അതുകൊണ്ടാണ് അമാൻഡയും ഇപ്പോൾ ഈ കഷണ്ടി തലേനൊക്കെ ഈ കാണുന്നതൊന്നും റിയൽ അല്ല, എല്ലാം ഒരു ഇലൂഷനാണ് അല്ലെങ്കിൽ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇനി എംപ്റ്റി മാൻ, അത് മൂവിയുടെ അവസാനം ക്ലിയർ ആക്കി തരാം. ഓക്കെ അല്ലേ കുട്ടികളെ? ജെയിംസ് എന്തായാലും ഈ കഷണ്ടിയുടെ താളം വിടൽ കേട്ട് മടുത്തിട്ട് അവിടുന്ന് പോകാൻ ഒരുങ്ങും. അവൻ പോകാനായി എഴുന്നേൽക്കുമ്പോൾ ആർത്തർ ജെയിംസിനോട് പറയും, നീ എന്തായാലും വീണ്ടും വന്നത് വളരെ നന്നായെന്ന്. അതിന് ജെയിംസ്, ഞാനിത് ആദ്യമായ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. മീറ്റിംഗ് കഴിഞ്ഞ ജെയിംസ് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒരുത്തനെ അമാൻഡയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിന് അവൻ ഇല്ലെന്ന് പറഞ്ഞു പോകും. അതോടെ ജെയിംസിന് ഒരു കാര്യം മനസ്സിലാകും: ഇനി ഒരുത്തനോടും ചോദിച്ചു നിന്നിട്ട് കാര്യമില്ല, സ്വയം കളത്തിലിറങ്ങണം. അവൻ അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ ഓരോ പാർട്ടായി ചെക്ക് ചെയ്യും. ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ നിറച്ചും ബെഡുകൾ നിരത്തിയിട്ടേക്കുന്നു. അതിന്റെ ഒരു സൈഡിലായി കുറെ പേർ അമാൻഡയുടെയും അവളുടെ കൂട്ടുകാരിയുടെയും ഒക്കെ വീട്ടിൽ കണ്ടതുപോലുള്ള ഒരു കറുത്ത പോസ്റ്ററിലേക്ക് നോക്കി ധ്യാനിക്കുന്നു. അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയ ജെയിംസ് അവരുടെ റെക്കോർഡ്സ് റൂമിലെത്തുന്നു. അവിടെ നിറയെ ഫയലുകളായിരുന്നു. അതിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ 14 എന്നെഴുതിയ ഒരു ഫയലും കാണാം. അവിടെ നിന്ന് മുന്നോട്ട് പോയ ജെയിംസ് ഒരു വലിയ ഹാളിനടുത്തെത്തും. കൾട്ടിലെ ആളുകൾ അവിടെ വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണും. ജെയിംസ് അവരറിയാതെ അതിനടുത്തേക്ക് നടക്കും. പക്ഷെ കാലെവിടെയോ തട്ടി അതിന്റെ സൗണ്ട് അവർ കേൾക്കും. അത് കേട്ട് കൾട്ട് മെമ്പേഴ്സ് അവരുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. എന്നിട്ട് ജെയിംസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കുന്നതിന് പകരം താഴെ മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുന്നു. ജെയിംസ് സംശയിച്ച് നോക്കുമ്പോൾ താഴെ നിന്നും എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. പുള്ളി അങ്ങോട്ട് നോക്കുമെങ്കിലും ഒന്നും കാണില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 മെമ്പേഴ്സ് ജെയിംസിനെ വന്ന് തൂക്കും. അവർ ജെയിംസിനെ അവിടെ നിറക്കി വിടും. പുറത്തു വന്ന ജെയിംസ് നേരത്തെ സംസാരിച്ച പയ്യൻ അവിടെ നിൽക്കുന്നത് കാണും. അവൻ ജെയിംസിനോട് പറയും, ഞാൻ അമാൻഡയെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അവളിവിടെ ഇല്ല. അവളെ എൽസ്വെയർ എന്ന് പറയുന്ന ഒരു ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുവാണ്. എന്നിട്ട് അവിടേക്ക് പോകാനുള്ള വഴിയും പറഞ്ഞു കൊടുക്കും. ജെയിംസ് അപ്പോൾ തന്നെ ആ കാട്ടിലെ ക്യാമ്പിലെത്തുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ അത് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. അവിടെ കുറച്ച് ഷെൽട്ടറുകൾ കണ്ട ജെയിംസ് അത് ഓരോന്നായി പരിശോധിക്കും. അതിലൊന്നിലെ ഷെൽഫിൽ മരിച്ച കുട്ടികളുടെ എല്ലാം ഫയലുകൾ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിൽ ജെയിംസിനെ ഞെട്ടിച്ചുകൊണ്ട് ജെയിംസ് ലെസോംബ്ര എന്നെഴുതിയിരുന്ന ഒരു ചുവന്ന ഫയൽ അവൻ കാണുന്നു. പക്ഷെ അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പുള്ളി അടുത്തതായി പരിശോധിച്ച ഷെൽട്ടറിൽ ഒരുപാട് വീഡിയോ ടേപ്സ് ഉണ്ടായിരുന്നു. പുള്ളി അതിൽ മാനിഫെസ്റ്റേഷൻ 14 എന്നെഴുതിയ വീഡിയോ ടേപ്പ് പ്ലേ ചെയ്യും. അതിൽ കുറച്ച് കുട്ടികൾ ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് എന്തോ മന്ത്രിക്കുന്നതും അതിലൊരാൾ സ്വന്തം രക്തം കൊണ്ട് ചുവരിലെന്തോ വരയ്ക്കുന്നതും ജെയിംസ് കാണും. ചുറ്റും നോക്കിയപ്പോൾ ജെയിംസിന് മനസ്സിലാകും അവൻ ഇപ്പോൾ ഇരിക്കുന്ന അതേ മുറിയിലാണ് ആ സംഭവം നടന്നിരിക്കുന്നത്. അവിടുത്തെ ചുവരിൽ ആ പയ്യൻ വരച്ച ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള പടവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്തോ സംശയം തോന്നി പുറത്തേക്ക് നോക്കിയ ജെയിംസ് കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു കരടിപ്പാവ മിസ്സിംഗ് ആയതാണ്. അതെങ്ങോട്ട് പോയി എന്നറിയാൻ ഷെൽട്ടറിന്റെ പുറത്തേക്ക് പോയ ജെയിംസിന്റെ മുഖത്തേക്ക് ദൂരെ കാട്ടിൽ നിന്നൊരാൾ ടോർച്ച് ലൈറ്റ് അടിക്കും. അത് കണ്ട് ജെയിംസ് ആ സൈഡിലേക്ക് ഓടും. ഓടി ചെന്ന് നോക്കുമ്പോൾ പുള്ളി കാണുന്നത് കുറെ ആളുകൾ
വലിയൊരു തീക്കുണ്ടത്തിന് ചുറ്റും നിന്ന് ഓടുന്നതാണ്. പെട്ടെന്ന് ആ തീ ആകാശത്തോളം ഉയർന്നു പോകുന്നത് പോലെ ജെയിംസിന് തോന്നും. പുള്ളിക്ക് ലോകം മുഴുവൻ ചുറ്റുന്നത് പോലെ തോന്നും. പെട്ടെന്ന് നോർമലായി താഴേക്ക് നോക്കുമ്പോൾ ജെയിംസ് കാണുന്നത് ഓട്ടം നിർത്തി എല്ലാവരും ഒരുമിച്ച് ജെയിംസിനെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നതാണ്. നൈസ്. ജെയിംസിന് സിറ്റുവേഷൻ അത്ര വെടിപ്പല്ലെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവൻ പതിയെ ഒരു ചുവട് പുറകിലേക്ക് വെക്കും. അപ്പോൾ കൾട്ട് മെമ്പേഴ്സ് എല്ലാവരും ഒരു ചുവട് മുന്നിലേക്ക് വെക്കും. ഇത് കണ്ട ജെയിംസ് എന്നൊരു ഡയലോഗ് പറഞ്ഞ് പുറകോട്ടൊരു ഓട്ടമുണ്ട്. മരത്തിന്റെയൊക്കെ ഇടയിൽ കൂടി എങ്ങനെയൊക്കെയോ പുള്ളി കാറിൽ കയറും. പിന്നെ ഹൊറർ പടത്തിന്റെ ഒരു ഐതിഹ്യം അനുസരിച്ച് ഓടിക്കുന്നവന്മാരിങ്ങ് വന്ന് അണ്ണാക്കി കയറുന്നത് വരെ വണ്ടി സ്റ്റാർട്ട് ആകരുത് എന്നാണല്ലോ. എന്തായാലും ജെയിംസ് എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് രക്ഷപ്പെടും. അവിടെ നിന്ന് പുള്ളി നേരെ പോയി ഈ വിവരങ്ങൾ പോലീസിനോട് പറയുന്നുണ്ടെങ്കിലും പുള്ളി ഇപ്പോൾ പോലീസുകാരനല്ലാത്തത് കൊണ്ടും അതിക്രമിച്ച് കയറി എടുക്കുന്ന എവിഡൻസ് നിയമപരമായി നിലനിൽക്കാത്തത് കൊണ്ടും ഡിറ്റക്റ്റീവ് അവനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അവിടെ നിന്ന് ജെയിംസ് പോകുന്നത് നോറയുടെ അടുത്തേക്കാണ്. അവൻ നോറയോട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറയും. കൾട്ടിന്റെ മെമ്പേഴ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നും മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും പറയും. അങ്ങനെ പോകാൻ ഇറങ്ങി നിൽക്കുന്ന നോറയോട് ജെയിംസ് ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നീ അമാൻഡയോട് പറഞ്ഞിരുന്നു? നോറ ഇല്ല എന്ന് മറുപടി പറയും. അതെ, ജെയിംസും നോറയും തമ്മിൽ ഒരു അഫെയർ ഉണ്ടായിരുന്നു. അവന്റെ ഈ ഡിപ്രഷനും കുറ്റബോധത്തിനുമൊക്കെ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ഈ ഒരു അഫെയറും കൂടിയാണ്. അന്ന് രാത്രിയും ജെയിംസ് സ്വപ്നം കാണുന്നു. പുള്ളി നോറയെ കിസ് ചെയ്യുന്നതും അമാൻഡയുടെ ശബ്ദവും ജെയിംസ് കേൾക്കുന്നു. 2-ാം ദിവസം അവനെ നിങ്ങൾ കാണും എന്നാണ് അമാൻഡ പറയുന്നത്. കൃത്യം 3:03 ജെയിംസ് ഞെട്ടി ഉണരുന്നു. പുറത്തെന്തോ സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പുള്ളി കാണുന്നത് എന്തോ ഒരു സാധനം ഫ്രണ്ട് ഡോറിന് മുന്നിലായി ഇരിക്കുന്നതാണ്. ജെയിംസ് നോക്കി നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് അവിടെ നിന്ന് എഴുന്നേറ്റ് പുള്ളിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. ജെയിംസ് ഉടനെ തന്നെ ബെഡിന്റെ അടുത്ത സൈഡിലേക്ക് ഉരുണ്ടു മാറി അവിടെ ഇരുന്ന ബേസ്ബോൾ എടുത്ത് അടിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അത് മാഞ്ഞു പോകും. എന്താ സംഭവിച്ചതെന്ന് ചിന്തിച്ച് തീരുന്നതിന് മുന്നേ വീടിന്റെ കോളിംഗ് ബെൽ മുഴങ്ങുന്നു. അങ്ങോട്ടേക്ക് പോയി നോക്കിയ ജെയിംസ് കാണുന്നത് പുള്ളി എൽസ്ഫെയർ ക്യാമ്പിൽ വെച്ച് കണ്ട ആ ടെഡി അവന്റെ വീടിന്റെ മുന്നിൽ ഇരിക്കുന്നതാണ്. ഇതൊക്കെ കൾട്ട് മെമ്പേഴ്സിന്റെ പണിയാകും എന്ന് വിചാരിച്ച ജെയിംസ് ആ ടെഡിയും എടുത്ത് വീടിനകത്തേക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ജെയിംസ് പുള്ളിയുടെ ആന്റി ഡിപ്രസന്റ് പിൽസ് ഒക്കെ ഒഴിവാക്കി വെഡ്ഡിംഗ് റിംഗ് എടുത്തിട്ട് വീണ്ടും പോണ്ടിഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നു. എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അമാൻഡയെ പറ്റി ഇൻഫർമേഷൻ കൊടുത്ത നീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കാറിൽ കുറച്ചു പേരുമായി പോകുന്നത് കണ്ട് ജെയിംസ് അവരെ പിന്തുടരുന്നു. പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലായി നിർത്തി ഒരുപാട് പേരെയും കൂട്ടിയാണ് അവർ പോകുന്നത്. അവർ സെന്റ് ലൂയിസ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ജെയിംസ് അവരെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരുന്നു. നീലും ടീമും പല പല കോറിഡോറുകൾ താണ്ടി പോകുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അവരിത് ആദ്യമായല്ല ഇവിടെ വരുന്നതെന്ന്. അങ്ങനെ പോയി അവരവിടെ കോമയിലായി കിടക്കുന്ന ഒരു രോഗിയുടെ റൂമിലേക്ക് കയറുന്നു. എന്നിട്ട് എല്ലാവരും കൂടി അയാളുടെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹോസ്പിറ്റലിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൾട്ട് മെമ്പേഴ്സ് നീലിനെ ഡ്രോപ്പ് ചെയ്ത് പോകുമ്പോൾ ജെയിംസ് അവനെ ആക്രമിച്ച് കാറിൽ കയറ്റി ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകും. എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയി കണ്ട ആളിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയും. നീല് പറയും ആ കിടക്കുന്ന രോഗി വെറും ഒരു മനുഷ്യനല്ല, അയാളൊരു ആന്റിന പോലെയാണ്. നോസ്ഫിയറിൽ നിന്നും സിഗ്നൽസ് സ്വീകരിക്കുന്ന ആന്റിന. ഇതിന് കഴിയുന്ന ആളുകൾ എല്ലാ കാലത്തും ജനിക്കണമെന്നില്ല. മാത്രമല്ല നോസ്ഫിയറിൽ നിന്ന് സിഗ്നൽസ് ലഭിക്കണമെങ്കിൽ അതിന് 2 ലോകങ്ങളെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പാലം വേണം, ഒരു ബ്രിഡ്ജ്. അതിന് മനുഷ്യരെ സഹായിക്കുന്നത് ഇവർ ദ ബിറ്റ്വീൻ വൺ എന്ന് വിളിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്, ഒരു ജീവി. ഇനി ഈ ബിറ്റ്വീൻ വണ്ണിന് ആ ബ്രിഡ്ജ് വഴി മനുഷ്യരിലേക്ക് സിഗ്നൽ, അതായത് ചിന്തകൾ, ഐഡിയകൾ അയക്കണമെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ അതിന് ശേഷിയുള്ള ഒരാൾ വേണം. ആ ആളിനെയാണ് എംറ്റി മാൻ എന്ന് വിളിക്കുന്നത്. അതായത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾ ഒരു എംറ്റി മാൻ ആണ്. നോസ്ഫിയറും നമ്മുടെ ലോകവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം. ഇതെല്ലാം കേട്ട് ജെയിംസിന്റെ തല പെരുക്കും. ഇത് കണ്ട് നീല് ചോദിക്കും, നിനക്ക് ബ്രെയിനിൽ ആ ഇച്ചു വരാറുണ്ടല്ലേ എന്ന്. അതായത് തലച്ചോറിൽ ഒരു ചൊറിച്ചിൽ പോലെ, ഒരു പെരുപ്പ്. അത് നീയുമായി എംറ്റി മാൻ കണക്ട് ചെയ്യാൻ നോക്കുന്നതാണെന്ന് നീൽ പറയും. ജെയിംസ് അവനോട് അമാൻഡ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ വീണ്ടും കുറെ മണ്ടത്തരങ്ങൾ വിളമ്പും. അത് കേട്ട് ദേഷ്യം വന്ന ജെയിംസ് അവനെ ഇടിച്ചു വീഴ്ത്തിയിട്ട് അവിടെ നിന്ന് പോകും. പുള്ളി എന്നിട്ട് ഒരു ക്രോബാർ ഒക്കെ ആയിട്ട് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകും, ബാക്ക് സൈഡ് വഴി അകത്ത് കയറാൻ. പക്ഷെ ബേക്കിലെ ഫെൻസിന്റെ ലോക്ക് ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. ജെയിംസിനെ അവർ പ്രതീക്ഷിച്ചിരുന്ന പോലെ പുള്ളി അങ്ങനെ അകത്ത് കയറും. അവിടെ നിന്ന് റെക്കോർഡ്സ് റൂമിലെത്തിയ ജെയിംസ് മാനിഫെസ്റ്റേഷൻ 14 എന്ന് എഴുതിയ ഫയൽ എടുത്ത് നോക്കും. അതിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ രോഗിയുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഒപ്പം ജെയിംസിന്റെ പേരെഴുതിയ ആ ചുവന്ന ഫയലും. അത് തുറന്ന ജെയിംസിന്റെ കിളി
പാറിപ്പോകും. ജെയിംസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. പുള്ളിയുടെ ജനനം, പഠനം, വിവാഹം എല്ലാം. അടുത്ത പേജിലാണെങ്കിൽ കുറെ ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ. അതിൽ ജെയിംസിന്റെ ജീവിതത്തിൽ നടന്നതുപോലെയുള്ള പലതരം വാർത്തകൾ ഉണ്ടായിരുന്നു. പോലീസ് ഓഫീസറിന്റെ കുടുംബം ആക്സിഡന്റിൽ മരിച്ചു, അമ്മയും മകനും ആക്സിഡന്റിൽ മരിച്ചു. ഐസ് റോഡിൽ നടന്ന ആക്സിഡന്റിൽ അമ്മയും മകനും മരിച്ചു. സാൻ ഫ്രാൻസിസ്കോയിലെ ജീവിതം. മുൻ പോലീസ് ഓഫീസർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഐറ്റംസ് ഷോപ്പ് തുടങ്ങി. അങ്ങനെയുള്ള വാർത്തകൾ. പക്ഷെ ഈ വാർത്തകളൊക്കെ പല ആൾക്കാരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളായിരുന്നു. അത് കാണുമ്പോൾ ജെയിംസിന്റെ ജീവിതം ഏതൊക്കെയോ കുറെ ആൾക്കാരുടെ ലൈഫിൽ നിന്നെടുത്ത സംഭവങ്ങൾ വെച്ചുണ്ടാക്കിയ ഒരു ഫേക്ക് ലൈഫ് പോലെ തോന്നും. അടുത്ത പേജിൽ അവൻ കഴിക്കുന്ന ഗുളികയുടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ. പക്ഷേ പേഷ്യന്റിന്റെ പേര് അതിൽ അലക്സാൻഡ്ര എന്നായിരുന്നു. പിന്നെ ജെയിംസ് അന്ന് ആ മെക്സിക്കൻ റെസ്റ്റോറന്റിൽ കൊടുത്ത ഫ്രീ ബർത്ത്ഡേ മീൽ കൂപ്പൺ, ടെഡി ബെയർ വാങ്ങിയ ബിൽ, മകൻ അവന് കൊടുത്ത ഒരു ആശംസാ കാർഡ്, ഇതെല്ലാം അതിലുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ വൈഫിന്റെയും മകന്റെയും കുറെ ഫോട്ടോസ്. എന്നാൽ അതിലൊന്നിൽ പോലും കൂടെ ജെയിംസ് ഉണ്ടായിരുന്നില്ല. ജെയിംസിന് അവന്റെ ലൈഫ് ആരോ കെട്ടിച്ചമച്ചെടുത്ത ഒരു കെട്ടുകഥ പോലെ തോന്നി. അടുത്ത പേജിൽ അവൻ കണ്ട കാര്യം ആ തോന്നലിനെ വീണ്ടും കൂട്ടി. ജെയിംസ് പലവട്ടം പുള്ളിയുടെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ആ ഒഴിഞ്ഞ മുറിയും അവിടുത്തെ കസേരയും. പക്ഷെ ഇവിടെ അതിൽ ജെയിംസ് ഇരിക്കുന്ന കുറച്ച് ഫോട്ടോസ് ആയിരുന്നു. ഇതെല്ലാം കണ്ട് കൺട്രോൾ നശിച്ച ജെയിംസ് നേരെ പോകുന്നത് ആ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെന്ന് ഡ്യൂട്ടി നഴ്സിനോട് അകത്ത് കോമയിൽ കിടക്കുന്ന ആളിനെ പറ്റി ചോദിക്കും. അവർക്ക് അയാളുടെ പേരെന്താണെന്നോ നാടെവിടാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അയാളെ ആരാണ് ഇവിടെ കൊണ്ടുവന്നതെന്നോ ആരാണ് അയാളുടെ ബിൽസ് അടയ്ക്കുന്നതെന്നോ അറിയില്ല. ആകെ അറിയാവുന്ന ഒരു കാര്യം അയാൾ 23 വർഷങ്ങളായി ഇതേ നിലയിലാണ് എന്നതാണ്. ഇതിനു മുന്നേ പല ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും അഡ്മിറ്റായി അവസാനം ഇവിടെ എത്തിയതാണെന്ന് പറയും. പിന്നെ അയാളെ പറ്റി നഴ്സിന് അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളെ കാണാൻ ഒരുപാട് വിസിറ്റേഴ്സ് വരും എന്നതാണ്. ഇപ്പോഴും അവിടെ ഒരാളുണ്ടെന്ന് അവർ ജെയിംസിനോട് പറയും. ഇത് കേട്ട് ജെയിംസ് ആ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ അമാൻഡയാണ് ഇരിക്കുന്നത്. ജെയിംസ് അമാൻഡയോട് പറയും, ഞാൻ നിന്നെ തിരഞ്ഞു നടക്കുമായിരുന്നു. പുള്ളി അവളോട് ഇതാരാ എന്ന് ചോദിക്കും. അമാൻഡ അപ്പോ ആ പേഷ്യന്റിന് ഷേവ് ചെയ്തു കൊടുക്കുമായിരുന്നു. അവൾ ജെയിംസിനോട് പറയും, ഇതാരാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് തോന്നുന്ന എന്തു പേര് വേണമെങ്കിലും ഇയാളെ വിളിക്കാം. ഇയാളൊരു കാരിയർ പോലെയാണ്. നോസ്ഫിയറിൽ നിന്നും വരുന്ന സിഗ്നൽസ്, അതായത് ചിന്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരാൾ. ഹി ട്രാൻസ്മിറ്റ്സ്, വി റിസീവ്. ഇത് കേട്ട് ജെയിംസിന് ഒന്നും മനസ്സിലാകില്ല. പുള്ളി, നീ എന്തെങ്കിലും പറയും, ഞാൻ നിന്നെ കണ്ട കാര്യം നിന്റെ അമ്മയെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് നോറയെ വിളിക്കും. നോറ കോൾ എടുത്ത ഉടനെ തന്നെ ജെയിംസ് പറയും, അമാൻഡയെ ഞാൻ കണ്ടെത്തിയെന്ന്. പക്ഷെ അതിന് നോറയുടെ ഭാഗത്തുനിന്ന് വന്ന മറുപടി ജെയിംസിനെ ഞെട്ടിച്ചു കളയും. കുറച്ച് മൈൻഡ് ബെൻഡിങ് ട്വിസ്റ്റുകൾ ഈ മൂവിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അമാൻഡയെ കണ്ടെത്തി എന്ന് പറഞ്ഞ ജെയിംസിനോട് നോറ ചോദിക്കുന്നത്, നിങ്ങൾ ആരാ, നിങ്ങളെ എനിക്ക് അറിയില്ല എന്നാണ്. ഇത് കേട്ട് ജെയിംസ് ഞെട്ടിപ്പോകും. ജെയിംസ് നോറയോട് എടുത്തു പറയും, നോറ, ഇത് ഞാനാണ് ജെയിംസ് എന്ന്. പക്ഷെ അവർ, സോറി, നിങ്ങൾക്ക് ആള് മാറിയതാകും, റോങ് നമ്പർ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. കോൾ എടുത്തത് നോറ തന്നെയാണ്. പക്ഷെ അവർക്ക് ഈ ജെയിംസ് ആരെന്ന് മാത്രം അറിയില്ല. ഓൾറെഡി ഡിപ്രഷനും രാത്രി വരുന്ന സ്വപ്നങ്ങളും എംപ്റ്റി മാനൊക്കെ കാരണം ജെയിംസ് ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പൊ നോറ പറഞ്ഞത് കൂടി കേട്ടപ്പോ ജെയിംസിന്റെ ഫുൾ റിലേ പോകും. ജെയിംസ് ദേഷ്യം വന്ന് അമാൻഡയോട് ഇവിടെ എന്ത് കുന്തമാ നടക്കുന്നതെന്ന് ചോദിക്കും. അതിന് അമാൻഡ കോമയിൽ കിടക്കുന്ന ആളിനെ നോക്കി പറയും, ഇയാളുടെ ശരീരം ദിവസം ചെല്ലുന്തോറും വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യ ശരീരത്തിന് അധികനാൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തി ആയിരുന്നില്ല അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇയാൾക്ക് മുന്നേ ഇതുപോലെ ഒരാൾ 500 വർഷം മുൻപാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഇനി ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും എന്നറിയില്ല. അതുകൊണ്ട് കൾട്ട് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു കടുംകൈ ചെയ്തു ഇയാൾക്ക് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട്. അത് കേട്ട് ഷോക്കായി ജെയിംസ് ചോദിക്കും, എന്ത് കടുംകൈ, എന്ത് റീപ്ലേസ്മെന്റ്? അതിന് അമാൻഡ പറയും, നമ്മളൊരു കാരിയറിനെ ഉണ്ടാക്കി. ഇത് കേട്ട് ജെയിംസിന് എല്ലാം കണക്റ്റായി തുടങ്ങും. ജെയിംസിന് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന എംപ്റ്റി മാന്റെ വിഷൻസ്, സ്വപ്നങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ട അവന്റെ പേരും ഡീറ്റെയിൽസുമുള്ള ഫയൽ. പുള്ളിക്കിപ്പോ സത്യമേതാ കള്ളമേതാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. തലയ്ക്കകത്തിരുന്ന് ആരോ സംസാരിക്കുന്ന പോലൊക്കെ ഒരു തോന്നൽ. ഇത് കണ്ട് അമാൻഡ ജെയിംസിനോട് പറയും, നിന്റെ ചിന്തകൾ നിന്നോട് പറയുന്നത് കേൾക്ക്, നിനക്കവൻ പറയുന്നത് കേൾക്കാം എന്ന് എനിക്കറിയാം. എന്നിട്ട് അമാൻഡ പറയും, നിന്റെ തലയോട്ടിക്കുള്ളിൽ ഇപ്പോൾ നിനക്ക് തോന്നുന്ന ആ തരിപ്പ് അത് അവനാണ്. ജെയിംസ് അമാൻഡയോട് നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് തറയിലേക്ക് വീഴും. വീണു കിടക്കുന്ന ജെയിംസിനോട് അമാൻഡ പറയും, ഇനിയും നീ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, വിട്ടേക്ക്, അവന്റെ മുന്നിൽ നീ സറണ്ടർ ചെയ്യും. നീ എന്താ വിചാരിച്ചത്, നീയും എന്റെ അമ്മയും തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ല എന്നാണോ? അത് ഉണ്ടാക്കിയത് തന്നെ ഞാനാണ്. നിന്നെ ഞങ്ങൾ കൾട്ട് മെമ്പേഴ്സ് ഉണ്ടാക്കുമ്പോൾ നിന്റെ സ്ക്രിപ്റ്റിൽ അത് എഴുതി ചേർത്തത് ഞാനാണ്. ഇതെല്ലാം കേട്ട് ജെയിംസ് ഷോക്കായി അവന്റെ ബോധമനസ്സിനെ കീഴടക്കാൻ നോക്കുന്ന ആ മോൺസ്റ്ററിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കിടന്ന് പിടയുമായിരുന്നു. പുള്ളി അമാൻഡയോട് നീ ഇത് എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കും. അപ്പൊ
അപ്പോൾ അമാൻഡ ജെയിംസിനോട് അവന്റെ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങും. അവൻ ജനിച്ച ഹോസ്പിറ്റൽ, പഠിച്ച സ്കൂൾ. എന്നിട്ട് ജെയിംസിനോട് അവൾ ചോദിക്കും, നീ ജനിച്ചത് എന്നാണെന്ന് നിനക്കറിയാമോ എന്നും. അതിന് ജെയിംസ് അവന്റെ ബർത്ത്ഡേ November 7 എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അമാൻഡ അവനെ തിരുത്തും. എന്നിട്ട് പറയും, അല്ല ജെയിംസ്, നീ ജനിച്ചത് 3 ദിവസം മുൻപാണ്. 3 ദിവസം മുൻപ് നിന്റെ ബർത്ത്ഡേക്ക് നീ ഒറ്റയ്ക്കൊരു മെക്സിക്കൻ റെസ്റ്റോറന്റിൽ സ്പെൻഡ് ചെയ്തത് ഓർക്കുന്നില്ലേ? ഞങ്ങൾ കൾട്ട് മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് നിന്റെ കംപ്ലീറ്റ് ബയോഗ്രഫി ഉണ്ടാക്കി, പല പല ആൾക്കാരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ വെച്ച്. എന്നിട്ട് ഒരുപാട് നാൾ അതിൽ ഫോക്കസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതാണ് നിന്നെ. നീയാണ് ഞങ്ങളുടെ ടുൽപ്പ, ഞങ്ങളുടെ എംപ്റ്റി മാൻ. നിനക്ക് ഓർമ്മയില്ലേ? തോട്ട് പ്ലസ് കോൺസെൻട്രേഷൻ പ്ലസ് ടൈം ഈക്വൽസ് ഫ്ലഷ്. ഞങ്ങൾ ഇതിനു മുൻപും ഒരു കാരിയറിനെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അതാണ് മാനിഫെസ്റ്റേഷൻ 13. പക്ഷെ അത് ഫെയിലായി. കാരണം എംപ്റ്റി മാൻ ആകാൻ കുറ്റബോധവും വിഷമവും പേടിയും ഒക്കെ നിറഞ്ഞ ഒരു മനസ്സിനെ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇത്രയും പറഞ്ഞിട്ട് അമാൻഡ ജെയിംസിനോട് ചോദിക്കും, നിന്റെ ലൈഫിൽ നടന്ന ഏറ്റവും മോശം അനുഭവം എന്തായിരുന്നു ജെയിംസ്? നീ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ ദിവസം. ഇത് കേട്ട് ജെയിംസിന് ദേഷ്യം വരും. കാരണം അവൻ ഇത്രയും കാലം കുറ്റബോധം കൊണ്ട് നീറി ജീവിച്ച ആ സംഭവം, അവന്റെ വൈഫും കുട്ടിയും മരിച്ച ആ ദിവസം, അതവന്റെ മനസ്സിലേക്ക് വരും. അപ്പോൾ അവനോട് അമാൻഡ ചോദിക്കും, അന്ന് അവർ മരണത്തോട് മല്ലിടുമ്പോൾ നീ എവിടായിരുന്നു ജെയിംസ്? അവർക്ക് നിന്റെ ആവശ്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് നീ ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒന്നും നിന്റെ കൺട്രോളിലല്ല. നിനക്ക് നിന്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. നീ എങ്ങനെ എന്ത് ചെയ്യണം, ചിന്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. ഇനിയും ഫൈറ്റ് ചെയ്യുന്നത് നിർത്ത്. നിന്റെ മനസ്സിനെ സറണ്ടർ ചെയ്യ് എന്ന് അമാൻഡ ജെയിംസിനോട് പറയും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഇത്രയും നാൾ ജീവിച്ചത്, നമ്മൾ പ്രിയപ്പെട്ടതായി കണ്ടത്, നമ്മളെ വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന കുറ്റബോധം തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും സത്യമല്ല എന്നറിയുന്ന ഒരാളിന്റെ അവസ്ഥ. ഈ സത്യം തിരിച്ചറിഞ്ഞ ജെയിംസിന്റെ സമനില കൈവിട്ടു പോകാൻ തുടങ്ങും. അവൻ നിൽക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മറിയും. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ജെയിംസ് പോണ്ടിഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുന്നു. പുള്ളിയുടെ കയ്യിൽ ആ റെഡ് ഫയലും ഉണ്ടായിരുന്നു. ജെയിംസ് കഴിഞ്ഞ വട്ടം വന്നപ്പോൾ മെമ്പേഴ്സ് വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട ആ സ്ഥലം. പക്ഷെ ഈ വട്ടം അവിടെ അമാൻഡയും ഉണ്ടായിരുന്നു. ജെയിംസ് ഫയലും പിടിച്ച് അവിടെ വന്ന സൗണ്ട് കൾട്ട് മെമ്പേഴ്സ് കേൾക്കും. അന്ന് നടന്ന അതേപോലെ. പുള്ളി ഒരു സംശയം തോന്നി മുകളിലേക്ക് നോക്കുമ്പോൾ ദേ മുകളിൽ കഴിഞ്ഞ ദിവസം നടന്നതുപോലെ തന്നെ ജെയിംസ് നോക്കി നിൽക്കുന്നു. മുകളിൽ നിൽക്കുന്ന ജെയിംസ് താഴേക്ക് നോക്കുമ്പോൾ പുള്ളി പുറകിലേക്ക് മാറും. എന്നിട്ട് അവിടെ നിന്ന് പോകാനായി തിരിഞ്ഞു നടക്കുമ്പോൾ റിയാലിറ്റി വീണ്ടും മാറും. ജെയിംസ് ഇപ്പോൾ നിൽക്കുന്നത് പുള്ളിയുടെ സ്വപ്നത്തിൽ വരാറുള്ള ആ ഒഴിഞ്ഞ മുറിയിലാണ്. സെന്ററിൽ ചെയറുള്ള ഫയലിലെ ഫോട്ടോയിൽ കണ്ട അതേ റൂം. പെട്ടെന്ന് റിയാലിറ്റി വീണ്ടും മാറും. ഇപ്പോൾ ജെയിംസ് നിൽക്കുന്നത് ഭൂട്ടാനിലെ ആ കേവിനുള്ളിൽ ആ അസ്ഥികൂടത്തിന് മുന്നിലാണ്. വീണ്ടും റിയാലിറ്റി മാറും. ജെയിംസ് വീണ്ടും ആ പഴയ റൂമിലേക്ക് വരും. അവിടുത്തെ ചുവരിൽ നിന്നും ആ ജീവി പുറത്തേക്ക് വരുന്നത് പോലെ ജെയിംസിന് തോന്നും. പുള്ളി ഇറങ്ങി ഓടാൻ തുടങ്ങും. ഓടി അയാൾ എത്തുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. ജെയിംസ് ആ ജീവിക്ക് നേരെ വെടിവെക്കുമെങ്കിലും അതിനൊന്നും പറ്റില്ല. അത് ജെയിംസിനെ തള്ളിയിട്ട് അവന്റെ ഉള്ളിലേക്ക് ഒരു പുഴുവിനെ പോലെ കയറാൻ തുടങ്ങും. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം കഴിഞ്ഞു. അവിടെ എന്താ നടന്നതെന്ന് പോലും ജെയിംസിന് മനസ്സിലായില്ല. പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഓടും. എന്നിട്ട് നേരെ പോകുന്നത് ഇത്രയും നാൾ ജെയിംസ് താമസിച്ചെന്ന് കരുതിയ പുള്ളിയുടെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ജെയിംസിന്റെ മനസ്സിൽ വരും. ജെയിംസിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ പീറ്റർ, നോറയുടെ ഹസ്ബൻഡ്, അമാൻഡയുടെ അച്ഛൻ മരിച്ച ദിവസം ജെയിംസും കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. രാത്രി എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം ജെയിംസ് അവന്റെ വൈഫിനെയും കുട്ടിയെയും ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പറഞ്ഞയക്കും. എന്നിട്ട് നോറയുടെ കൂടെ നിൽക്കും. സ്വന്തം സുഹൃത്ത് പീറ്ററിന്റെ മരണാനന്തര ചടങ്ങ് നടന്ന് മണിക്കൂറുകൾ പോലും കഴിയുന്നതിന് മുന്നേ ജെയിംസ് പീറ്ററിന്റെ ഭാര്യയായ നോറയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടും. ഇതേ സമയത്താണ് ജെയിംസിന്റെ ഭാര്യ ആലിസൺ ഡ്രൈവ് ചെയ്തിരുന്ന കാറിന് കുറുകെ ഒരു മാൻ ചാടുന്നതും കാറ് പാലത്തിൽ നിന്നും കൺട്രോൾ തെറ്റി താഴേക്ക് വീഴുന്നതും. ജെയിംസിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ കുറ്റബോധമാണ്. ഇത്രയും വലിയ പാപം ചെയ്തല്ലോ എന്ന വിഷമം. താൻ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയെയും കുഞ്ഞിനെയും രക്ഷിക്കാമായിരുന്നു എന്ന തോന്നൽ കൊണ്ടുണ്ടായ കുറ്റബോധം. ഇതായിരുന്നു ജെയിംസിന്റെ മനസ്സ് നിറയെ. പക്ഷേ സത്യത്തിൽ ഇതെല്ലാം കൾട്ട് മെമ്പേഴ്സ് തന്നെ കെട്ടിച്ചമച്ച വെറും കഥകൾ മാത്രമായിരുന്നു. ജെയിംസ് എന്ന വ്യക്തി ഈ ലോകത്ത് വന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അവൻ ആലിസൺ എന്ന പേരുള്ള വൈഫുമില്ല, ഹെൻറി എന്ന പേരുള്ള മകനുമില്ല, നോറയ്ക്ക് ജെയിംസ് എന്ന പേരുള്ള ഫ്രണ്ടുമില്ല. ജെയിംസ് ഒരു പോലീസ് ഓഫീസറുമല്ല. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ജെയിംസിന്റെ മനസ്സിൽ കൾട്ട് മെമ്പേഴ്സ് സൃഷ്ടിച്ച ഓർമ്മകൾ മാത്രമായിരുന്നു. അവസാനം ഇതെല്ലാം ആലോചിച്ച് ഓടി ജെയിംസ് അവന്റെ വീട്ടിലെത്തും. അവിടെ എത്തി നോക്കുമ്പോൾ എല്ലാം കാലി. ഇത്രയും കാലം അവിടെ ഒരാൾ താമസിച്ചിരുന്നു എന്ന് പോലും തോന്നില്ല. അവന്റെ വൈഫിന്റെയും കുട്ടിയുടെയും ഫോട്ടോയോ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ജെയിംസിന് അവന്റെ സ്വബോധം ഏകദേശം മുഴുവനായും നഷ്ടപ്പെട്ട നിലയായി. അവന്റെ ചുറ്റും റിയാലിറ്റി വീണ്ടും മാറുന്നു. ഇപ്പോൾ ജെയിംസ് വീണ്ടും ആ ഹോസ്പിറ്റൽ മുറിയിലെത്തി. അവിടെ പോൾ കിടപ്പുണ്ടായിരുന്നു. ജെയിംസ് രണ്ടാമതൊന്ന് ആലോചിക്കും.
പിടിക്കാതെ പോളിന് നേരെ വെടിവെക്കും. വെടികൊണ്ട് പോളിന്റെ തലയോട്ടി ചിതറിപ്പോകും. ജെയിംസ് എൽസ്വെയർ ക്യാമ്പിൽ കണ്ട ചിത്രം പോലെ, പോണ്ടിഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ പോലെ. പോളിനെ കൊന്നതോടെ ജെയിംസ് പൂർണ്ണമായും ആ ജീവിയുടെ പിടിയിലാകും. ഇപ്പോ പുള്ളിയാണ് ദി എംപ്റ്റി മാൻ. അവിടെ നിന്ന് പുറത്തേക്ക് വന്ന ജെയിംസിന് മുന്നിൽ ഹോസ്പിറ്റൽ സ്റ്റാഫും കൾട്ട് മെമ്പേഴ്സും എല്ലാം മുട്ടുകുത്തി യു ട്രാൻസ്മിറ്റ് വി റിസീവ് എന്ന് പറയുന്നതോടെ മൂവി അവസാനിക്കുന്നു. ഇനി ഇവിടെ എന്താ നടന്നത് എന്നതിന് ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അതായത് നോസ്ഫിയറും നമ്മുടെ ലോകവും കണക്ട് ചെയ്യുക എന്നതാണ് ഈ കൾട്ട് മെമ്പേഴ്സിന്റെയും ആ മോൺസ്റ്ററിന്റെയും മെയിൻ ലക്ഷ്യം. പക്ഷെ ഈ ലോകങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ അതിനൊരു പാലം വേണമായിരുന്നു, ഒരു ബ്രിഡ്ജ്. അതിന് ഒരു മനുഷ്യനെ കൊണ്ടേ പറ്റൂ. ആ മനുഷ്യനെയാണ് എംപ്റ്റി മാൻ എന്ന് വിളിക്കുന്നത്. ഉള്ളു കാലിയായ ഒരാൾ. എന്നാൽ എല്ലാ മനുഷ്യനും അതിന് പറ്റത്തുമില്ല. കാരണം ജെയിംസിൻ്റെതുപോലെ ഉള്ളിൽ ഒരുപാട് വിഷമവും കുറ്റബോധവും പേടിയൊക്കെയുള്ള ഒരു മനുഷ്യന്റെ മനസ്സിന് മാത്രമേ ആ ജീവിക്ക് ഒരു പാലമായി ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് വർഷങ്ങളായി സൂയിസൈഡ് ടെൻഡൻസിയുള്ള പോളിനെ ആ ജീവിക്ക് എംപ്റ്റി മാൻ ആക്കാൻ പറ്റിയതും അതിന്റെ തൊട്ടടുത്ത് പോയിട്ടും ഗ്രെഗിന്റെ മനസ്സിനെ അത് കീഴടക്കാഞ്ഞതും. ഇനി ഈ എംപ്റ്റി മാൻ ആയി ഒരുപാട് കാലം ഇരിക്കാനുള്ള ശക്തി പോളിന്റെ ശരീരത്തിനില്ലായിരുന്നു. പോൾ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു എംപ്റ്റി മാനെ കിട്ടണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്ന് കൾട്ട് മെമ്പേഴ്സിന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ അവരുടെ ആഭിചാര ക്രിയയിലൂടെ ജെയിംസിനെ ഉണ്ടാക്കിയത്. അവസാനം അവർ വിചാരിച്ചതുപോലെ ജെയിംസ് എംപ്റ്റി മാൻ ആവുകയും ചെയ്തു. അത്രേ ഉള്ളൂ. അതിനായി ഇങ്ങനെ ടെൻഷനായി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും മനസ്സിലാകാത്ത കുട്ടപ്പന്മാരാണ് നിങ്ങളെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ എൻഡിങ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു തവണ കണ്ടാൽ പൂർണ്ണമായും മനസ്സിലാകാത്ത ഒരുപാട് ലെയറുകളുള്ള ഒരു മൂവിയാണിത്. ഈ മൂവിയുടെ ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യും. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണമെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ പറയാൻ മറക്കണ്ട. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.